നമസ്കാരം. പ്രധാന വാർത്തകൾ. പുന്നമടക്കായലിൽ ആവേശപ്പോര്. നെഹ്റു ട്രോഫി വള്ളംകളിയിലെ രാജാക്കന്മാരെ അല്പസമയത്തിനകം അറിയാം. ഫൈനൽ ലൈനപ്പായി. ഹീറ്റ്സിൽ മികച്ച സമയത്തിൽ ഒന്നാമത് എത്തിയ വിയപുരവും മേൽപ്പാടവും നടുഭാഗവും അരോമയും കലാശപ്പോരാട്ടത്തിൽ. പ്രതിപക്ഷ ഉപനേതാവ് പദവി CPIക്ക് നൽകില്ലെന്ന് പിണറായി വിജയൻ. പിണറായി വിജയന്റെ നടപടി പദവിക്ക് നിരക്കാത്തതെന്ന് ബിനോയ് വിശ്വം. KB ഗണേഷ് കുമാറിന്റെ മന്ത്രിസ്ഥാനം ഉമ്മൻചാണ്ടിയെ ചതിച്ചതിനുള്ള പാരിതോഷികമെന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന അസംബന്ധമെന്ന് പിണറായി വിജയൻ. ഓണക്കാലത്ത് സർക്കാരിന്റെ വിപണി ഇടപെടൽ താളം തെറ്റിയെന്നും കുറ്റപ്പെടുത്തൽ. ഞങ്ങളൊക്കെ സ്വീകരിക്കുന്ന നിലപാട് ഇത്തരം കാര്യങ്ങളിൽ ഏത് അന്വേഷണമായാലും അതുമായി സഹകരിക്കുക എന്നുള്ളതാണ്. പൂർണ്ണമായിട്ട് സഹകരിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. വീണ എൻ്റെ മകളാണ് എന്നതിൻ്റെ മേലെയാണല്ലോ ഈ ഇത്തരം പ്രശ്നങ്ങൾ വലിയ തോതിൽ ഉയർന്നു വരുന്നത്. മറ്റ് വീണ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരി ഭയങ്കര സ്വത്തിൻ്റെ തുടങ്ങിയല്ലാലോ. ഇതിൽ കേൾക്കുന്ന പണവും വളരെ വലിയ പണവും അല്ലാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. മാസപ്പടി കേസിൽ ED വേട്ടയാടുന്നത് വീണ മകളായതുകൊണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഏത് അന്വേഷണവുമായും സഹകരിക്കുമെന്നും തന്റെ കൈകൾ ശുദ്ധമെന്നും ആവർത്തിച്ച് പിണറായി. മുഹമ്മദ് റിയാസ് MLAയെ ചോദ്യം ചെയ്യാനൊരുങ്ങി ED. ലേക്കർ ഇന്ത്യ കോർപ്സ് കടലാസ് കമ്പനി എന്ന പ്രചാരണം തെറ്റെന്ന് അധികൃതർ. BJPയുടെയും EDയുടെയും കൂടെയാണ് കോൺഗ്രസ് എന്ന് MV ഗോവിന്ദൻ. പാലക്കാട് റെയിൽവേ ഡിവിഷൻ പരിധിയിലെ മംഗളൂരു മേഖലയെ മൈസൂർ ഡിവിഷനിലേക്ക് മാറ്റിയതിൽ പ്രതിഷേധം ശക്തം. പാലക്കാട് ഡിവിഷന്റെ നിലനിൽപ്പ് പ്രതിസന്ധിയിലാക്കിയ ഉത്തരവെന്ന് MP മാർ. കേരളത്തിന് 1100 കോടിയുടെ നഷ്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. നീക്കം കർണാടക BJP ഘടകത്തെ പ്രീണിപ്പിക്കാനാണെന്നും ആക്ഷേപം. തീരുമാനം ഏകപക്ഷീയമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കും. SFI മുൻ സംസ്ഥാന സെക്രട്ടറി PM ആഷോ തോറ്റിട്ടും ഇന്റഗ്രേറ്റഡ് ബിരുദം 7ാം സെമസ്റ്ററിലേക്ക് പ്രവേശനം നൽകിയതിൽ തുടരന്വേഷണത്തിന് MG സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനം. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിൽ മുൻ സിൻഡിക്കേറ്റ് അംഗം P ഹരികൃഷ്ണനെതിരെയും അന്വേഷണം. DYFIയുടെ സംസ്ഥാനത്തെ ആദ്യ വനിതാ പ്രസിഡന്റായി ചിന്താ ജെറോം. M വിജിൻ MLA സെക്രട്ടറി. ആര്യ രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ്. 72ാമത് നെഹ്റു ട്രോഫി ജലമേള ഫൈനലിലേക്ക് കടക്കുകയാണ്. 6 ഹീറ്റ്സുകളും പൂർത്തിയായിരിക്കുന്നു. മേൽപ്പാടം, നടുഭാഗം, വിയപുരം, അരോമ എന്നീ ചുണ്ടൻ വള്ളങ്ങളാണ് ഫൈനലിലേക്ക് കടന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അജയ് നാഥ് ചേരുകയാണ്. അജയ്, ഫൈനലിന് തുടക്കമായിരിക്കുന്നു അല്ലേ? അജയ്, കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഫൈനലിന് തുടക്കമായിരിക്കുന്നു അല്ലേ? നമ്മുടെ ഇത്തവണ കാത്തിരുന്ന നെഹ്റു അവസാന പേരിന് കളമൊരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആവേശകരമായി കളമൊരുങ്ങിയിരിക്കുന്നു. ഇപ്പോൾ നടക്കുന്നത് ലൂസേഴ്സ് ഫൈനലാണ്. അതായത് സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ കഴിഞ്ഞു ലൂസേഴ്സ് ഫൈനലാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുശേഷം ഫൈനൽ മത്സരം ഏതാനും നിമിഷങ്ങൾക്കൊപ്പം ഫൈനൽ മത്സരം ഉണ്ടാകും. ഫൈനൽ മത്സരം നടക്കും. ആ ഫൈനൽ മത്സരത്തിൽ ആരാണ് കപ്പടിക്കുക അല്ലെങ്കിൽ ആരാണ് നെഹ്റു ട്രോഫിയിൽ മുത്തമിടുക, ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കയ്യൊപ്പിട്ട ആ ട്രോഫിയിൽ ആരാണ് മുത്തമിടാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷപൂർണമായ നിമിഷങ്ങൾക്കാണ് ഇന്ന് നമ്മൾ കാത്തിരിക്കുന്നത്. മേൽപ്പാടവും വിയപുരവും അരോമയും മധുഭാഗവും തമ്മിലുള്ള വീറുറ്റ രാഷ്ട്രീയ മത്സരമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. 1ാം ട്രാക്കിൽ മേൽപ്പാടം നടക്കുമ്പോൾ 2ാം ട്രാക്കിൽ വിയപുരമുണ്ട്, 3ാം ട്രാക്കിൽ അരോമയുണ്ട്, 4ാം ട്രാക്കിൽ മധുഭാഗമുണ്ട്. നേരത്തെ എല്ലാം തന്നെ സൂചിപ്പിച്ചതാണ് ഈ അരോമ കുറിച്ച്. ഒപ്പം തന്നെ വിയപുരത്തെ കുറിച്ച് സൂചിപ്പിച്ചാണ്. കഴിഞ്ഞ തവണ വിയപുരം ഫൈനലിൽ കപ്പ് നഷ്ടപ്പെട്ട വള്ളമാണ്. ആ വിയപുരം തുടങ്ങിയത് കൈനഗിരിയായിരുന്നു. അജയിലേക്ക് വരാം. പ്രശാന്ത് കൂടി ചേരുകയാണ്. പ്രശാന്ത്, ജലരാജാക്കന്മാർ ആരാണെന്നറിയാൻ ഇനിയിപ്പോൾ അധിക സമയം കാത്തിരിക്കേണ്ട ഫൈനൽ കുതിപ്പാണ് അല്ലേ ഇപ്പോൾ? തീർച്ചയായും 1ാം ട്രാക്കിൽ മേൽപ്പാടവും, 2ാം ട്രാക്കിൽ വിയപുരവും, 3ാം ട്രാക്കിൽ അരോമയും, 4ാം ട്രാക്കിൽ നടുഭാഗവും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തോടെ ഇഞ്ചോടിഞ്ച് ഒപ്പം തുഴഞ്ഞു വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. 2 മിനിറ്റും 32 സെക്കൻഡും പിന്നിട്ടിരിക്കുന്നു. അതായത്
അവസാന പോരാട്ടം വെച്ചു വരുമ്പോൾ ഇനി ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഈ അവസാന ഫിനിഷിംഗ് പോയിന്റിലേക്ക് വെള്ളത്തെത്തും. ആദ്യ പകുതി ഭാഗം അവർ പിന്നിട്ടിരിക്കുന്നു. 4 മിനിറ്റും 15 സെക്കൻഡും കൊണ്ടാണ് നേരത്തെ മേൽഭാഗം ഫൈനലിലേക്ക് കയറിയത്. അതുകൊണ്ട് തന്നെ 2 മിനിറ്റും 52 സെക്കൻഡ് കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ ഒന്നിച്ച് 4 ചുണ്ടങ്ങൾ ഒരേ ആവേശത്തോടെ ോടുകൂടി തുഴഞ്ഞു കയറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ആരാണ് ഇനി തുഴഞ്ഞു കയറുക? ആരാണ് നെഹ്റു ട്രോഫിയിൽ മുത്തമിടുക? ചരിത്രം കുറിക്കുമോ? പുതിയ ജലരാജാകുമോ എന്നറിയാനാണ് കാത്തിരിക്കുന്നത്. 4 മത്സരാർത്ഥികൾ. ആ 4 ഫൈനലിസ്റ്റുകളിൽ 3 പേരും കഴിഞ്ഞ 2025 നെഹ്റു ട്രോഫിയിൽ ഫൈനലിൽ മാറ്റുരച്ചവരാണ്. ആ മാറ്റുരച്ചവർ തന്നെ ഒപ്പം ഇത്തവണ തങ്കക്കുളം ചുണ്ടൽ അരോമയിൽ എത്തുന്നു. അങ്ങനെ നോക്കൂ, ആ കാഴ്ച കാണൂ. ഒപ്പത്തിനൊപ്പം ആരാണ് ഏതായാലും ഈ കാണുന്ന കാഴ്ച കാണുമ്പോൾ എത്തുമെന്ന് നമുക്ക് പറയേണ്ടി വരും. അത്രയും വാശിയോടുകൂടി മത്സരത്തോടുകൂടി ആവേശത്തോടെ ഒന്നിച്ചു തുഴയെറിഞ്ഞ് അവരിതെത്തുകയാണ് ഫിനിഷിംഗ് പോയിന്റിലേക്ക്. ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ്. ഇപ്പോൾ 3 മിനിറ്റും 47 സെക്കൻഡുമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി കഴിഞ്ഞ സമയം കുറിച്ച് 4 മിനിറ്റും 21 സെക്കൻഡും എന്ന റെക്കോർഡ് തിരുത്തി കുറിക്കാൻ ഇതിൽ ആർക്ക് കഴിയുമെന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അത്രയേറെ വാശിയോടുകൂടി അത്രയേറെ ആവേശത്തോടുകൂടി അവരങ്ങനെ കുഞ്ചിച്ചു തുഴയുന്ന കാഴ്ച അവരങ്ങനെ കുറിച്ചു കയറുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഏറ്റവും നിമിഷങ്ങൾ കൊണ്ട് 4-ാം ട്രാക്കിൽ നടുഭാഗം 4-ാം ട്രാക്കിൽ 3-ാം ട്രാക്കിൽ 4-ാം ട്രാക്കിൽ നടുഭാഗം അരോമയാണോ? ആരാണ്? 4 മിനിറ്റും 25 സെക്കൻഡ് കൊണ്ടാണ് അറിയാൻ ഫോട്ടോ ഫിനിഷിലേക്ക് ഏറ്റവും നിമിഷം അവസാന നിമിഷത്തുള്ള കാഴ്ചകൾ കൂടി നമുക്ക് കാണേണ്ടി വരും. അതായത് ഫോട്ടോ ഫിനിഷിൽ ഒരു പറഞ്ഞ കൂടി ചിലപ്പോൾ എന്താണെന്നറിയാൻ ഒരുപക്ഷെ ഒന്നുകൂടി റീപ്ലേ കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ റീപ്ലേയിൽ നിന്നായിരിക്കും നമുക്ക് മനസ്സിലാകുക ആരാണ് 3-ാം ട്രാക്ക്. ഒന്നുകൂടി നോക്കിക്കഴിയുമ്പോൾ നമുക്ക് പറയാൻ കഴിയും ആരാണ് 52ാമത് നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടതെന്ന് നമുക്കറിയില്ല. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് നമുക്ക് പറഞ്ഞു. ആരാണ് കയറിയതെന്നറിയാൻ അല്പസമയത്തിനകം ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആരാണ് അല്പസമയത്തിനകം നമുക്ക് പറയാൻ കഴിയും ആരാണ് ഇത്തവണ കപ്പ് ഫൈനൽ എന്ന് പറയുന്നത്. ആ ഫൈനലായി തന്നെ അത് മത്സരിക്കേണ്ടി വരും. സ്വാഭാവികമായും നമുക്കറിയാം ആരാണ് 4-ാമത്തെ തവണയാണ് റീപ്ലേ നോക്കുന്നത്. അത്രയധികം സമയമെടുത്തുകൊണ്ട് ആരാണ് വിജയെന്ന് അറിയാനുള്ള സമയമാണ്. അരോമ ചുണ്ടനാണോ 1-ാം സ്ഥാനത്ത് ആരാണെന്നുള്ളത് ഇപ്പോൾ നമുക്കറിയാൻ കഴിയും. മൂലംപുറവണ്ടിയിൽ ആദ്യമായി ഇറങ്ങി കപ്പ് ഉയർത്തിയ അരോമ ചുണ്ടൻ നെഹ്റു 72ാമത് കഴിയുന്നു. അതിന് 4 മിനിറ്റും 23 സെക്കൻഡും ചെറിയ സെക്കൻഡുകൾ. ആ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ വിജയം പിടിച്ചെടുത്ത് ും തന്നെയായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതുതന്നെ അരോമച്ചുണ്ടൻ പറഞ്ഞതാണ്. ആ കൊണ്ടൊന്ന് തുറഞ്ഞ അരോമച്ചുണ്ടൻ തങ്ങളുടെ കണ്ണിപ്പോരാട്ടത്തിൽ നെഹ്റു ട്രോഫിയുമായി 4 മിനിറ്റും 23 പ്രശാന്തിലേക്ക് വരാം. അജയ് കൂടി ചേരുകയാണ്. അജയ്, ജലരാജാവായിരിക്കുന്നു അരോമ അല്ലേ? അത് തന്നെയാണ് തീർച്ചയായും അത് തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ മുൻപെല്ലാം തന്നെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. രാവിലെ മുതൽ തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞതാണ്. അതായത് പ്രഥമ നെഹ്റു ട്രോഫി മത്സരത്തിലാണ് അരോമച്ചുണ്ടൻ മത്സരിക്കുന്നത്. ആ മത്സരത്തിൽ തന്നെ കപ്പടിക്കുന്നു. തങ്കക്കുളം മൂലം ജലോത്സവത്തിലും സമാനമായ രീതിയിൽ ആദ്യമായി വീരണിഞ്ഞ് അതിനുശേഷം മത്സരിക്കുന്ന ആദ്യ വള്ളംകളി എന്ന് പറയുന്നത് ചമ്പക്കുളം മൂലം ജലോത്സവമായിരുന്നു. ആ മൂലം ജലോത്സവത്തിൽ കപ്പടിച്ചു തുടങ്ങിയതാണ് അരോമച്ചുണ്ടൻ. ആ അരോമച്ചുണ്ടൻ ഇത്തവണ നെഹ്റു ട്രോഫിയിൽ സൃഷ്ടിക്കുമെന്നാണ് ഈ പറയുന്ന വള്ളംകളി പ്രേമികൾക്കെല്ലാം ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയാണ് എന്തായാലും വലിയ ആവേശം മത്സരത്തിലാണ്.
അടക്കം ഒരു മത്സരത്തിന്റെ ഈ മത്സരത്തിൽ ഒപ്പടിക്കുന്നു. അതായത് 72ാമത് നെഹ്റു ട്രോഫി അരോമ വിട്ടുമിടുന്നുള്ള ആവേശകരമായ ഒരു കാഴ്ചയാണുള്ളത്. എന്തായാലും ഈ കാണികളെ സംബന്ധിച്ച് വലിയ ആവേശമാണ്. അതൊരു പുതിയ ചുണ്ടൻ, ഒരു നമ്മൾ നേരത്തെ എല്ലാം സംബന്ധിച്ച നൂതൻ ചുണ്ടൻവള്ളങ്ങൾ കൂടി ഇത്തവണ മത്സരരംഗത്തുണ്ട്. പഴയ പേരുകേട്ട പ്രമാദമായ ജലരാജകുമാരത്തിൽ മത്സരിക്കാൻ പുതിയ ചുണ്ടൻവള്ളങ്ങൾ വരുമ്പോൾ എങ്ങനെയാകും മത്സരം, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് മത്സരം അടുത്തും വരെ മത്സരം ഉണ്ടോ എന്നെല്ലാം ആ ഒരു ആകാംക്ഷയ്ക്കാണ് ഇന്ന് അറിഞ്ഞു വന്നിരിക്കുന്നത്. അതായത് ആദ്യമായി കപ്പ് നേടി അരോമ ഈ നെഹ്റു ട്രോഫി 72ാമത് നെഹ്റു ട്രോഫി കൂടുതൽ ആവേശഭരിതമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. കൂടുതൽ വള്ളംകളി പ്രേമികൾക്കും ഈ രംഗത്തേക്ക് കടന്നു വരുവാൻ അല്ലെങ്കിൽ പുതിയ വള്ളങ്ങൾ ഇറക്കുവാനുള്ള ആവേശമായി ഈ ചുണ്ടൻവള്ളത്തിന്റെ വിജയം മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാലാവസ്ഥ അത്ര കണ്ട് അനുകൂലമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇടയ്ക്ക് മഴ പെയ്തിരുന്നു എങ്കിൽ പോലും കാലാവസ്ഥ അനുകൂലമായ സാഹചര്യമായിരുന്നു. ആ അനുകൂലമായ സാഹചര്യത്തിൽ വളരെ ആവേശകരമായ രീതിയിലേക്ക് നെഹ്റു ട്രോഫിയുടെ 72ാമത് വളരെ മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങേയറ്റം, അതായത് മാസങ്ങൾ നീണ്ട പരിശീലനമാണ്, മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകളുണ്ടായിരുന്നു. ഭാഗമായി ക്യാമ്പുകൾ അത്ര കണ്ട് വളരെ ഗൗരവമേറിയ ക്യാമ്പുകളായിരുന്നു എല്ലാ ചുണ്ടൻ വള്ളങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. കാരിച്ചാൽ ഉൾപ്പെടെയുള്ള വള്ളങ്ങൾ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. മേൽപ്പാടം ഉണ്ടായിരുന്നു. അങ്ങനെ പേരുകേട്ട നിരവധിയായ വള്ളങ്ങൾ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഈ അരോമ ചുണ്ടൻ പുതിയ ചുണ്ടനാണ്. ആ ചുണ്ടൻ ഇപ്പോൾ കപ്പടിച്ചിരിക്കുന്നുള്ള ആവേശകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് പിന്നമ്മടയിൽ നിന്നും നമുക്ക് പങ്കുവെക്കാനുള്ളത്, അല്ലെങ്കിൽ പിന്നമ്മടയിൽ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഈ ഒരു വള്ളംകളിയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതായത് അതിന്റെ ടിക്കറ്റ് വിൽക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം വളരെ കൃത്യമായി ഏകോപിച്ചുകൊണ്ട് കൃത്യമായി ഈ വള്ളംകളി വളരെ സമാനപരമായി നടത്തുവാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ തവണയെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളെല്ലാം നിലനിന്നിരുന്നു. പല വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ ഈ ഒരു വള്ളംകളിയിൽ ഈ 72ാമത് നെഹ്റു ട്രോഫിയിൽ ഒന്നുമില്ല. എല്ലാം വളരെ സമാധാനപരമായി ഈ മത്സരം നടത്തുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കൂടുതൽ പരാതികളും പരിഭവങ്ങളൊക്കെ ഉണ്ടാകും, പിന്നീട് അറിയാൻ വേണ്ടി കഴിയും, അല്ലെങ്കിൽ ഏതെങ്കിലും വള്ളം ക്ലബ്ബുകൾക്ക് അത്തരത്തിലേക്ക് നമുക്ക് അറിയാൻ വേണ്ടി കഴിയും. പക്ഷേ നിലവിൽ ഇതെല്ലാം വളരെ സമാധാനപരമായി ഈ വള്ളംകളി പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഈ ആളുകൾ ഇതിനുശേഷം ജോലി വിട്ട്, അതായത് സൗകര്യം വിട്ട റോഡ് വിട്ട് പുറത്തേക്ക് വരുന്ന കാഴ്ച, അല്ലെങ്കിൽ നിരവധിയായിട്ട് ആളുകൾ, 10,000-കണക്കിന് ആളുകളാണ് ഇരു ഭാഗങ്ങളിലുമായി ഇരു കരകളിലുമായി പഠിച്ചു കൂടിയത്. ഈ വള്ളംകളി എന്ന് പറയുന്ന കുട്ടനാടിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അവരുടെ ഒരു വികാരം കൂടിയാണ്. വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ കുട്ടനാട്ടിലെ മുഴുവൻ ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടനാട്ടിലെ ജനങ്ങളാകട്ടെ അവർക്ക് ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ ഈ ആവേശകരമായ മത്സരം കണ്ട് തിരിച്ച് മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. ഒപ്പം തന്നെ വിദേശികൾ ഉൾപ്പെടെ നിരവധിയായിട്ട് ആളുകളാണ് ഈ വള്ളംകളിക്ക് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിയത്. എന്തായാലും സൂചിപ്പിക്കാനുള്ള ഉത്തരം മാത്രമാണ്, അരോമ ചുണ്ടൻ എന്ന് പറഞ്ഞ ചുണ്ടൻ വള്ളം ആദ്യമായി മത്സരിക്കുന്നു. അത് അവരുടെ ചരിത്രം വീണ്ടും ആ നിലയിലേക്ക് എഴുതി ചേർക്കുന്നതാണ്. ആദ്യമായി മത്സരിച്ച ചമ്പക്കുളം മൂലം വള്ളങ്ങളിൽ ജയിച്ചു. അതിനുശേഷം ഇപ്പോൾ ഈ നെഹ്റു ട്രോഫിയുടെ ആദ്യ മത്സരത്തിൽ ഇവർ ജയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആചരിച്ച പ്രധാനപ്പെട്ട മത്സരം കൂടിയാണ്. 3 ചുണ്ടവള്ളങ്ങൾ പുതിയ ചുണ്ടവള്ളങ്ങളാണ്. ആ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ മത്സരം കാഴ്ചവെച്ചുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാളുകൾ മത്സരങ്ങൾ കടന്നുപോയ മത്സരങ്ങളാണ്. അജയ്, ഞാൻ അജയിലേക്ക് വരാം. പ്രശാന്ത് കൂടി തയ്യാറാണ് ഇപ്പോൾ. പ്രശാന്ത്, 72ാമത് നെഹ്റു ട്രോഫി അരോമയ്ക്ക് ലഭിച്ചിരിക്കുന്നു. അരോമ ഒന്നാമതായിരിക്കുന്നു. ജലരാജാവ് അരോമയാണ്. എത്ര മിനിറ്റ് കൊണ്ട്, എത്ര സെക്കൻഡ് കൊണ്ട്, എങ്ങനെയാണ്, അതുപോലെ തന്നെ ഒപ്പമുണ്ടായിരുന്ന മറ്റ് ചുണ്ടന്മാരും എങ്ങനെയാണ് എത്തിയത്? എന്താണ് വിവരങ്ങൾ? സമ്മാന വിതരണം നടക്കും. ബഹുമാന്യനായ മന്ത്രി ശ്രീ
4:23.0.328 മില്ലി സെക്കൻഡിലാണ് അരോമ വിജയിച്ചു കയറിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ എത്തിയവരും 4:23 എന്ന രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്തു. അതിൽ അരോമ 4:23.328 എന്നുള്ളതാണ്. അതിനുശേഷം നടുഭാഗത്തിലേക്ക് വരുമ്പോൾ 4:23 മില്ലി സെക്കൻഡ് എന്നുള്ളതാണ്. അത് വിയ്യപുരത്തിലേക്ക് വരുമ്പോൾ 4:23.0.77 മില്ലി സെക്കൻഡ് എന്നുള്ളതാണ്. അതിൽ മേൽപ്പാലം മാത്രമാണ് 4:24 കൊണ്ട് തിരിച്ചത്. അപ്പോഴും ഒരു സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ 4ാം സ്ഥാനത്തേക്ക് മേൽപ്പാലം എത്രത്തോളം, ഒരുപക്ഷെ അതിനു മുൻപ് ലൂസേഴ്സ് ഫൈനൽ കണ്ടപ്പോൾ നമ്മൾ കണ്ടതാണ്. അത്രയധികം വാശിയോടെ വീറോടുകൂടി ഒരു കരയുടെ മുഴുവൻ ആവേശത്തോടെ വികാര വായ്പോടെ ഒരേ മനസ്സോടെ ഒത്തൊരുമയോടെ കരുത്തോടെ അവർ തുഴഞ്ഞു കയറിയതാണ് കണ്ടത്. അത് ആ ലൂസേഴ്സ് ഫൈനൽ കാണുമ്പോഴും നമ്മൾ പറഞ്ഞതാണ്, ഇതാണ് വരാൻ പോകുന്നെങ്കിൽ ഫൈനലിന്റെ മാറ്റിവെക്കുന്നത്, ഫൈനൽ കാണാൻ പോകുന്നത് തീമാറുന്ന പോരാട്ടയായിരിക്കും. ഒരുപക്ഷെ തീ പിടിച്ച തുളയുമായി വെള്ളത്തിലേക്ക് ഇറങ്ങിയവർ, ഈ പുന്നമടയ ഓളങ്ങളെ കീറിമുറിച്ചവർ, അവർ ജലരാജാക്കന്മാർ പോവുകയാണ്. ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ ആദ്യമായി ഇറങ്ങി കൊല്ലം പറവൂരിൽ നിന്ന് വന്ന അരോമ ബോട്ട് ക്ലബ് അരോമ ചുണ്ടൻ പുതിയ ചുണ്ടനിൽ ചരിത്രം കുറിച്ചാണ് ചമ്പക്കുളം മൂലം വള്ളങ്ങളിൽ 1ാം സ്ഥാനത്തെത്തിയെങ്കിൽ അതേ പുസ്തകം വള്ളവുമായി ആ ചുണ്ടനുമായി നെഹ്റു ട്രോഫിയിലേക്ക് എത്തി വീണ്ടും അവർ ചരിത്രം കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ ചരിത്രം കുറിക്കുമ്പോൾ 4 മിനിറ്റും 27 സെക്കൻഡും കൊണ്ടാണ് അവർ ഫൈനലിലേക്ക് 4ാം ഹീറ്റ്സിൽ നിന്ന് യോഗ്യത നേടിയത്. പക്ഷേ അതിനെയും മറികടക്കുന്ന ഒരു പോരാട്ടം. പക്ഷേ ഇതിനെ എടുത്തു പറയേണ്ട കാര്യം നടുഭാഗവും മേൽപ്പാടവും ഒക്കെ തന്നെ നേരത്തെ ആ ഹീറ്റ്സിൽ കാഴ്ചവെച്ചൊരു പ്രകടനം അവർക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നെഹ്റു ട്രോഫി എന്ന് പറയുന്ന വെള്ളിക്കപ്പ് അവരുടെ കയ്യിലുണ്ടാകുമായിരുന്നു. ആ പോരാട്ടം അവർക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 4ാമത്തെ ട്രാക്കിന്റെ ഒരു ആനുകൂല്യം കൂടി നടുഭാഗത്തുണ്ടായിരുന്നു. എങ്കിൽ പോലും അതിനെയും മറികടന്ന് അരോമ കപ്പ് ഉയർത്തുമ്പോൾ വലിയ പോരാട്ടമാണ്. പുതിയൊരു ഫാൻ തിരയെ ആരാധക വൃന്ദത്തെ സൃഷ്ടിച്ചുകൊണ്ടാണ് ചമ്പക്കുളത്ത് നിന്നും അരോമ ഇവിടെ പുന്നമടയിലേക്ക് എത്തിയത്. ആ ഫാൻസ് ആരാധകരെ മുഴുവൻ അവരുടെ ഒപ്പം നിൽക്കാൻ, അവരുടെ വിശ്വാസം കാക്കാൻ അരോമക്ക് കഴിഞ്ഞിരിക്കുന്നു. ഈ പിടിച്ച തുണയുമായി അവരിനിയും ഈ നെഹ്റു ട്രോഫിയുടെ ഈ പുന്നമടയുടെ ഓളങ്ങളിൽ കുട്ടനാടിന്റെ ഓളങ്ങളിലൊക്കെ നടക്കും. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കൈനയുടെ അപ്പർ കുട്ടനാടും ലോവർ കുട്ടനാടിൽ നിന്നുമായി 13ഓളം വള്ളങ്ങൾ മാറ്റുരച്ച പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ കുട്ടനാടിന്റെയും കൈനഗിരിയുടെയും കുമരകത്തിന്റെയും അപ്രവാദിത്വത്തെ മറികടന്നുകൊണ്ടാണ് കൊല്ലത്ത് നിന്ന് അരോമ വന്ന് ആ അരോമ ഈ നെഹ്റു ട്രോഫി തൂക്കിയെടുത്തിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. അത്ര ആവേശത്തോടെ, അത്ര വികാരവായ്പോടെ മലയാളി സമൂഹം, കേരളക്കര, ഇന്ത്യയിലെ നല്ലൊരു വിഭാഗം ജനങ്ങൾ ആവേശത്തോടെ ആർത്തിരമ്പി കാണുന്ന ഒരു മത്സര പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിലാണ് ഇപ്പോൾ അവസാനമായിരിക്കുന്നത്. ഇനി ഒരു വർഷത്തിന്റെ കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിനുള്ളിൽ പുത്തൻ ചുണ്ടൻ വള്ളങ്ങൾ വന്നേക്കാം, പുതിയ ആവേശക്കാരുണ്ടായേക്കാം, പുതിയ തുടക്കാരുണ്ടായേക്കാം. അപ്പോഴും ചരിത്രം കുറിച്ചവർക്ക് ഈ നെഹ്റു ട്രോഫിയിൽ ഇടമുണ്ടാകും, പുന്നമടയിൽ ഇടമുണ്ടാകുമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് പുതിയ ചരിത്രം കുറിച്ച് പുതിയ ജനരാജാക്കന്മാരായി അരോമ മടങ്ങുകയാണ്. അതിനെ ആവേശത്തോടെ കണ്ട, ഈ ഓരോ നിമിഷത്തെ ആവേശത്തോടെ കണ്ട ഈ ജനങ്ങളും മടങ്ങുകയാണ്. അവരിനി ഓണത്തിന്റെ ഓളപ്പരപ്പുകളിലേക്ക്, ആവേശത്തിലേക്ക്, ആവേശക്കാഴ്ചകളിലേക്ക്, ഓണാഘോഷങ്ങളിലേക്ക് മടങ്ങും. അപ്പോഴും അവരുടെ നെഞ്ചിൽ അവരുടെ ആവേശവും വീറും വാശിയും കാത്തുവെച്ച അരോമയുണ്ടാകും. ഒപ്പം നടുഭാഗവും മേൽപ്പാലവും ചെറുതനയും കാരിച്ചാലും അതുപോലെ തന്നെ വെള്ളംകുളങ്ങരയും വലിയ ദിവാഞ്ചിയും ഒക്കെ അവരുടെ ആവേശത്തിന് കരുത്ത് പകർന്നവരാണ്. അങ്ങനെ ഒരു വള്ളത്തെയും കൈവിട്ട ചരിത്രം കുട്ടനാടുകാർക്കോ ആലപ്പുഴക്കാർക്കോ ഇല്ല. അതുകൊണ്ട് തന്നെ എത്ര തോറ്റാലും എത്ര പരാജയങ്ങൾ ഏറ്റുവാങ്ങിയാലും ഓളപ്പരപ്പുകൾ ഉള്ളിടത്തോളം കാലം, തുഴയെറിയാൻ ആളുകൾ ഉള്ളിടത്തോളം കാലം അവർ നെഹ്റു ട്രോഫിയെ, ഈ വള്ളംകളിയെ, ഈ ചുണ്ടൻ വള്ളങ്ങളെ, ഇരുട്ടുകുത്തിയെ, വെപ്പു വള്ളങ്ങളെ, ചുരുവൻ വള്ളങ്ങളെ നെഞ്ചിലേക്കുമെന്ന ഉറപ്പാണ്. അങ്ങനെ ആവേശത്തിന്റെ തിരമാലകൾ തീർത്ത നിമിഷങ്ങൾക്കാണ് കുട്ടനാട്ടിൽ, പുന്നമടയിൽ, ആലപ്പുഴയിൽ പരിസമാപ്തിയായിരിക്കുന്നത്. ഇനി അടുത്ത കാത്തിരിപ്പാണ്. ഓണാഘോഷങ്ങളിലേക്ക് കുട്ടനാട് കടക്കുമ്പോൾ അവരുടെ നെഞ്ചിൽ തങ്ങളുടെ എല്ലാമായിരുന്നു നെഹ്റു ട്രോഫിയുമായി കൊല്ലത്തേക്ക് ഒരു ടീം പോവുകയാണ്. ആ ക്ലബിന്റെ പേരാണ്, ആ വള്ളത്തിന്റെ പേരാണ് അരോമ. അവർ ചരിത്രം കുറിച്ചിരിക്കുന്നു. ചമ്പക്കുളത്ത് നിന്നും നെഹ്റു ട്രോഫിയും എടുത്തുകൊണ്ട് ചമ്പക്കുളം എടുത്ത് നെഹ്റു ട്രോഫി, ചമ്പക്കുളം ട്രോഫി എടുത്ത് നെഹ്റു ട്രോഫി എടുത്ത് അവർ മടങ്ങുകയാണ്. ഇനി പുതിയ ചുണ്ടൻ വള്ളങ്ങൾ വരുന്ന സമയമാണ്. നിരണം വള്ളം ഇറക്കിയ സമയത്ത് നമ്മൾ പറഞ്ഞതാണ് ഏറ്റവും മികവുറ്റൊരു വള്ളമായി നിരണം വള്ളം കണ്ടതാണ്. അതിന്റെ മാറ്റുരയ്ക്കാൻ അവർക്ക്
മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷെ ഫൈനലിലേക്ക് എത്തിയപ്പോൾ ഈ പറഞ്ഞ 4 വള്ളങ്ങളാണ് മുന്നിൽ കയറിയത്. ഏതായാലും തീപിടിച്ച ആവേശം കൊണ്ട് തുടങ്ങിയുടെ വാശിയേറിയ പോരാട്ടങ്ങൾക്ക്, വാശിയേറിയ നിമിഷങ്ങൾക്ക് ഒറ്റ മനസ്സോടുകൂടി അവർ ഒന്നിച്ചു തുടങ്ങി. ആ ഒന്നിച്ചു തുടങ്ങേണ്ട എല്ലാ പോരാട്ടവും ഫൈനൽ ഒരു 5 തവണയാണ് പല തവണയായി നോക്കിയിട്ടാണ് 1-ാം സ്ഥാനത്ത് ആരാണെത്തിയെന്ന് ഇതിന്റെ വിജയെ കണ്ടെത്താൻ കഴിഞ്ഞത്. അപ്പോൾ എത്രത്തോളം ആവേശത്തോടു കൂടിയാണ്, എത്ര വികാര വായ്പോടുകൂടി, എത്രത്തോളം കരുത്തോടു കൂടിയാണ് അവർ തുഴഞ്ഞതെന്ന് അമരത്തിരിക്കുന്നവരും തുഞ്ചത്തിരിക്കുന്നവരും ആ ഓളപ്പാട്ടുകളുമായി പാട്ടുകളൊക്കെയായി താളം പിടിച്ചവരും ഒക്കെ തന്നെ ഒരേ മനസ്സോടെ, ഒരേ ശബ്ദത്തോടെ, ഒരേ വികാര വായ്പോടെ തുഴഞ്ഞതുകൊണ്ടാണ് അവർക്ക് ഈ നേരിയ വ്യത്യാസത്തിനെങ്കിലും തങ്ങളുടെ സ്വപ്ന കിരീടം, സ്വപ്ന കപ്പ് ഉയർത്താൻ കഴിഞ്ഞത്. ആ കപ്പ് ഉയർത്തി അവർ മടങ്ങുമ്പോൾ വലിയ പോരാട്ടത്തിന്റെ കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ട് അവർ മടങ്ങുകയാണ്. 15 ദിവസത്തിലധികം നീണ്ടുന്ന വളരെ സമയമെടുത്തുകൊണ്ട് നടന്ന വലിയ പരിശീലനം, ആ പരിശീലനം അവസാനിപ്പിച്ചുകൊണ്ട് വളരെ കൃത്യമായ വിശ്രമവും ഭക്ഷണവും എല്ലാം ക്രമീകരിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും സുപ്രധാന സമയങ്ങളെ ഈ വെള്ളത്തിന് വേണ്ടി, ഈ തുഴയ്ക്ക് വേണ്ടി, ഈ ചുണ്ടൻ വെള്ളത്തിന് വേണ്ടി കാത്തുവെച്ചതാണ്. അവർ അതിനുള്ള ആ കാത്തുവെച്ചതിനുള്ള പ്രതിഫലവുമായി വെള്ളിക്കപ്പുമായി മടങ്ങുകയാണ്. ഒപ്പം നേരത്തെ ഉണ്ടായിരുന്നതിലേക്ക് വലിയ സമ്മാനത്തുക, ആ സമ്മാനത്തുകയും സമ്മാനവും ഒക്കെയായാണ് അവർ മടങ്ങുന്നത്. ആ മടങ്ങുമ്പോൾ ഈ സമ്മാനത്തുകയേക്കാൾ വലുതൊന്നുകൂടി അവർ കൊണ്ടുപോകുന്നുണ്ട്. കുട്ടനാട്ടുകാരുടെ, വള്ളംകളി പ്രേമിയുടെ, ഈ ഉത്സവ പ്രേമികളുടെ മനസ്സിലെത്തി അവർ ഏറ്റെടുത്തുകൊണ്ട് അതിനെ നെഞ്ചോട് ചേർത്തുകൊണ്ടാണ് അവർ മടങ്ങുന്നത്. അങ്ങനെ മടങ്ങുന്ന അരോമക്കാർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ജില്ലാ ഭരണകൂടവും ഇതിലത്തടിച്ചുകൂടി അപാരവൃത്തം ജനങ്ങളുമുണ്ട്. അവർക്കിടയിലേക്ക് വീണ്ടും ഒരു വള്ളംകളി കാലം കൂടി കടന്നു വരും. ആ കടന്നു വരുന്ന കാലത്തിനപ്പുറം ഇനിയും പുതിയ വള്ളങ്ങൾ ഉണ്ടായേക്കാം, പുതിയ ചുണ്ടൻ വള്ളങ്ങൾ ചരിത്രം കുറിച്ചേക്കാം. ഏതായാലും ഒരു അരോമയിൽ മാത്രം ഒതുങ്ങുന്നതല്ല പുതിയ ചുണ്ടൻ വള്ളങ്ങളുടെ ചരിത്രവും പുതിയ യാത്രകളുമൊക്കെ. ആ യാത്രകൾക്കെല്ലാം ഇനിയും പുന്നമളയും ആലപ്പുഴയും സാക്ഷ്യം വഹിക്കുന്ന സമയങ്ങളാണ് വരാൻ പോകുന്നത്. ഒരുപക്ഷെ നേരത്തെ മന്ത്രിമാരൊക്കെ, മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞതുപോലെ പുതിയ കാലത്തിന്റെ സമയമാണ്. വള്ളംകളി അത്രയും നെഞ്ചോട് ചേർക്കുന്ന ജനവിഭാഗങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ കൂടുതൽ വള്ളങ്ങൾ വന്നേക്കാം, കുറെ കൂടി വിപുലമായി നെഹ്റു ട്രോഫി വന്നേക്കാം. അപ്പോഴും ചരിത്രം കുറിച്ചവർ ചരിത്രത്തിന്റെ ഭാഗമായി ഈ പുന്നമടയുടെ കായലിന്റെ ഓളങ്ങളിലൂടെ അവരുടെ ചുണ്ടൻ വള്ളങ്ങൾ ഇങ്ങനെ തുഴഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. ആ തുഴഞ്ഞു പോകുമ്പോൾ ഒരേ കാലത്തെ ഒരേ ആവേശത്തോടെ അവർ ഒറ്റക്കെട്ടായി വിളിച്ചു പറയുന്നുണ്ടാകും ആർപ്പോ ഇറോ എന്ന്. പ്രശാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. 72ാമത് നെഹ്റു ട്രോഫി അരോമയ്ക്ക് ജലരാജാവായിരിക്കുന്നു അരോമ. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത്. 72ാമത് നെഹ്റു ട്രോഫി ജലമേള പുന്നമട കായലിൽ മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ഉദ്ഘാടനം ചെയ്തത്. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറും കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തുമാണ് മുഖ്യ അതിഥികളായത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥാണ് പതാക ഉയർത്തിയത്. എക്സാലോജിക് ഇടപാടിൽ വീണ വിജയനെതിരായി ED അന്വേഷണത്തെ രാഷ്ട്രീയ വേട്ടയെന്ന് വിശേഷിപ്പിച്ച് പിണറായി വിജയൻ. വീണയ്ക്ക് കോടികളുടെ സാമ്പത്തിക ഇടപാടെന്ന EDയുടെ കണ്ടെത്തലും തള്ളി. തന്റെ മകൾ ഭയങ്കര സ്വത്തിന്റെ ഉടമയല്ല എന്നും പിണറായി തൃശൂരിൽ പറഞ്ഞു. ലാവ്ലിൻ കേസിൽ നടന്ന കേന്ദ്ര ഏജൻസികളുടെ നടപടിയെ എങ്ങനെയാണോ രാഷ്ട്രീയ വേട്ടയായി CPIM ചിത്രീകരിച്ചത്, സമാന രീതിയിൽ മകൾക്കും രാഷ്ട്രീയ പ്രതിരോധം ഒരുക്കുകയാണ് പിണറായി വിജയൻ. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരാൾ തനിക്ക് 2-3 കോടി തന്നു എന്നതായിരുന്നു പരാതി. താൻ മുഖ്യമന്ത്രി ആയേക്കുമെന്നതിന്റെ പേരിലായിരുന്നു അന്നത്തെ പരാതി. CBI വന്ന് അന്വേഷണം നടത്തി. അന്നും ഇന്നും ഒരേ നിലപാടെന്നും പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എൻ്റെ മകളായതുകൊണ്ട് വിചിത്രമായ നടപടികൾ കൂടി വരികയാണ്. ഒരു കാര്യം, നമ്മുടെ ED ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കും. എൻ്റെ മകളാണ് വീണ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല, അതിനെപ്പറ്റി തർക്കമല്ല. പക്ഷേ എന്തിനാണ് എൻ്റെ പേര് ഈ സ്ഥാനപ്പേരടക്കം വെച്ചുകൊണ്ട് അതിൽ പറഞ്ഞത്? വീണ തന്റെ മകളായതിനാലാണ് ഇപ്പോഴത്തെ അന്വേഷണം. അവർ ഭയങ്കര സ്വത്തിന്റെ ഉടമയല്ല. താനും കുടുംബവും ഹവാല ഇടപാടുകൾ നടത്തിയിട്ടില്ലെന്നും തന്റെ കൈകൾ ശുദ്ധമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. എനിക്ക് പൂർണ്ണമായ വിശ്വാസം, അത് പൂർണ്ണ ബോധ്യം, ഞാനോ എൻ്റെ മകളോ എൻ്റെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഒരു ഹവാല ഏർപ്പാട് നിന്നിട്ടില്ല, ഒരു ഹവാല ഏർപ്പാടുമില്ല. എല്ലാം സംശുദ്ധമായി നടക്കുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞൊരു വാചകമുണ്ട്, ഈ കൈകൾ എല്ലാ കാലത്തും ശുദ്ധമാണ്, ഇനിയും ശുദ്ധമായിരിക്കും. ഇതിൽ കറവരുണ്ട ആക്കാം എന്ന് ധരിക്കണം. എക്സാലോജിക് കേസിൽ വീണയ്ക്ക് സംരക്ഷണം ഒരുക്കേണ്ടതില്ലെന്ന നിലപാടിൽ CPIM ഉറച്ചു നിൽക്കുമ്പോഴാണ് കേസിനെ രാഷ്ട്രീയ വേട്ടയായി പിണറായി വിജയൻ അവതരിപ്പിക്കുന്നത്. അമൃത ന്യൂസ്, തൃശൂർ.
അതേസമയം CMRL എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ഇഡിയുടെ അന്വേഷണം മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ്. വീണ വിജയന് പിന്നാലെ വീണയുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഇഡി. മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകും. സുഹൃത്തുക്കൾക്ക് സമൻസ് അയക്കും. ഡിജിറ്റൽ തെളിവുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. ഹവാല പണമിടപാടിൽ കൂടുതൽ പരിശോധനകൾ നടത്തുന്നുണ്ട്. അതിനിടെ ഇഡി അന്വേഷണത്തെ രാഷ്ട്രീയമായി നേരിടാൻ ഒരുങ്ങുകയാണ് CPM. കോഴിക്കോട് നാളെ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കും. ഇഡി റെയ്ഡിനെ തുടർന്ന് വിശദീകരണവുമായി ലേക്കർ ഇന്ത്യ കോർപ്പ് കടലാസ് കമ്പനിയാണെന്ന രീതിയിൽ വിപുലമായ പ്രചാരണമാണ് നടക്കുന്നത് എന്നും ഇത് വസ്തുതാപരമല്ലെന്നും കമ്പനി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിയമപരമായ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചാണ് കമ്പനി തുടങ്ങിയത്. ഓഫീസിനായി ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൽ ലൈസൻസിനായി അപേക്ഷ നൽകിയെങ്കിലും സാങ്കേതികവും രേഖകളുടെ ഫോർമാറ്റുമായി ബന്ധപ്പെട്ട ചില തിരുത്തലുകൾ നിർദ്ദേശിച്ച് പഞ്ചായത്ത് അപേക്ഷ തിരികെ നൽകുകയായിരുന്നു. പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി അപേക്ഷ വീണ്ടും സമർപ്പിക്കാനുള്ള നടപടികൾ നടന്നുവരികയാണെന്നും കമ്പനി വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നു. BJPയുടെയും ഇഡിയുടെയും കൂടെയാണ് കോൺഗ്രസ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇരുവരും ചേർന്നാണ് ഇഡി നീക്കം ആസൂത്രണം ചെയ്തത്. ബിസിനസ്സായി നടക്കട്ടെ എന്നും അതിന്റെ പേരിൽ പാർട്ടി നേതാക്കൾക്ക് എതിരെ വന്നാൽ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അല്ല, BJPയും അതുപോലെ തന്നെ ഈ പറയുന്ന ഇഡിയും അവരാണല്ലോ പുറപ്പെട്ടിട്ടുള്ളത്. അവരോടൊപ്പം ചേർന്നുകൊണ്ടാണ് ഈ പറയുന്ന VD സതീശനും കോൺഗ്രസും ഒക്കെ ഉള്ളത്. അതാ കാര്യം. അല്ലാതെ ഞങ്ങൾ അതേ മിണ്ടില്ലല്ലോ. അവരെന്തിനാ മിണ്ടുന്നത്? അവരെല്ലാം കൂടി ചേർന്നല്ലേ പരിപാടി ആസൂത്രണം ചെയ്യുന്നത്. ഇതിനെതിരെ മിണ്ടേണ്ട, പ്രത്യേകിച്ച് മിണ്ടേണ്ട കാര്യത്തിലുള്ള ഏതായത്തിൽ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJPയും അതുപോലെ തന്നെ കോൺഗ്രസും ലീഗ് ഉൾപ്പെടെ എല്ലാം ചേർന്ന് ഒരു ഡീലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് സ്റ്റേഷന് മുന്നിൽ ഓണം ആഘോഷിച്ച് ഇഡി ആക്രമണ കേസിലെ പ്രതികൾ. മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ റീൽസ് ചിത്രീകരിച്ചായിരുന്നു ആഘോഷം. പ്രതികൾക്ക് ഒപ്പിടാൻ എത്തേണ്ട ദിവസമായിരുന്നു ഇന്ന്. പോലീസുകാരുടേതുപോലെ ഒരേ നിറത്തിലുള്ള ഷർട്ട് ധരിച്ചും ഊഞ്ഞാലാടിയുമായിരുന്നു ആഘോഷം. ഇത് സമൂഹമാധ്യമത്തിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. കരിമണൽ കർത്തയുടെ പണം വാങ്ങിയവരിൽ LDFും UDFും ഉണ്ടെന്ന് BJP ദേശീയ സെക്രട്ടറി K. സുരേന്ദ്രൻ. പിണറായിക്കെതിരെ നടക്കുന്ന അന്വേഷണത്തിൽ മുഖ്യമന്ത്രി VD സതീശന് താൽപ്പര്യമില്ല. MV ഗോവിന്ദൻ സമനില തെറ്റി പിച്ചും പേയും പറയുകയാണ്. BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിനെപ്പറ്റി ആരും പരാതി നൽകിയിട്ടില്ല എന്നും ഇക്കാര്യത്തിൽ പാർട്ടി അധ്യക്ഷൻ നിലപാട് വ്യക്തമാക്കിയതാണെന്നും സുരേന്ദ്രൻ ഡൽഹിയിൽ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷക്കാലം SFI അന്വേഷണം ശക്തമായി നടക്കുന്നില്ല. എന്തുകൊണ്ടാണ് ശ്രീ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത്? അത് BJPയും CPMും തമ്മിലുള്ള ഒരു ഡീലിൻ്റെ ഭാഗമായിട്ടാണ്. അത്തരത്തിലുള്ള ബാലിശമായ ആരോപണങ്ങൾ ഉന്നയിച്ച അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ED അന്വേഷണം ശക്തമായി മുന്നോട്ട് പോവുകയും നിരവധി ഗുരുതരമായ തെളിവുകളും കണ്ടെത്തലുകളും പുറത്തു വരികയും ചെയ്യുമ്പോഴും ശ്രീ VD സതീശൻ പറയുന്നത് ഞാൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല എന്നതാണ്. പ്രതിപക്ഷ ഉപനേതാവ് പദവി CPIക്ക് നൽകില്ലെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രതിപക്ഷ ഉപനേതാവിന്റെ പേര് നിർദ്ദേശിച്ച് സ്പീക്കർക്ക് കത്ത് നൽകേണ്ടത് താനാണ്. ആ കത്ത് നൽകും. അതിൽ CPM നേതാവിന്റെ പേരാവും ഉണ്ടാവുക എന്നും അതിൽ സംശയമില്ല എന്നും പിണറായി പറഞ്ഞു. LDFന്റെ ഉപനേതാവ് എന്ന് പറയുന്നത് LDF നേതാവ് എന്ന നിലക്ക് സ്പീക്കർ പറഞ്ഞത് ഒരു കത്ത് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ആ കത്ത് ഞാനാണ് എഴുതി കൊടുക്കേണ്ടത്. അത് കൊടുത്താൽ ഉപനേതാവ് വരും. അതിലൊരു സംശയമില്ല. CPM നേതാവിന്റെ പേരായിരിക്കും. ഒരു മാറ്റമുണ്ട്. പിണറായി വിജയന് മറുപടിയുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തർക്ക വിഷയത്തിൽ ഏകപക്ഷീയമായ പ്രസ്താവന നടത്തിയ പിണറായി വിജയന്റെ നടപടി പദവിക്ക് നിരക്കുന്നതല്ല. ചർച്ചയ്ക്ക് നീക്കിവെച്ച വിഷയത്തിൽ അഭിപ്രായ പ്രകടനം നടത്തുന്നത് LDFന് യോജിക്കുന്നതല്ല എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. AN ഷംസീറിനെതിരെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പരാമർശങ്ങളെ തള്ളി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നടേശന്റേത് തീർത്തും അസംബന്ധമായ പ്രസ്താവനയാണെന്നും അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്നും പിണറായി പറഞ്ഞു. CPMൽ ഒരാളും കുറുക്കുവഴികളിലൂടെ നേതാവായി മാറിയവരല്ല. നിരവധി കാലത്തെ പ്രവർത്തനങ്ങളിലൂടെ നേടിയെടുക്കുന്ന പൊതുസമൂഹത്തിന്റെ അംഗീകാരത്തിലൂടെയാണ് ഏതൊരാളും നേതാവായി മാറുന്നത്. ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ നടത്തുന്നത് പാർട്ടി അവജ്ഞാപൂർവ്വം തള്ളിക്കളയുന്നുവെന്നും പിണറായി വിജയൻ തൃശൂരിൽ പറഞ്ഞു.
തീർത്തും അസംബന്ധമായ പ്രസ്താവനയാണത്. CPM-ലെ ഒരു നേതാവും കുറുക്കു വഴികളിലൂടെ നേതാവായി മാറുന്നതല്ല. നിരവധി കാലത്തെ പ്രവർത്തനങ്ങളിലൂടെയാണ് ഏതൊരാളും അതിൻ്റെ അംഗീകാരം എന്ന നിലക്ക് നേതാവായി മാറുന്നത്. പിന്നെ ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ നടത്തുന്നത് അവജ്ഞാപൂർവം പാർട്ടി തള്ളിക്കളയുന്നതുമാണ്. ഷംസീർ ആരാണെന്ന് തീരുമാനിക്കേണ്ടത് വെള്ളാപ്പള്ളിയല്ലെന്ന് MV ഗോവിന്ദനും വ്യക്തമാക്കി. ഷംസീർ ലീഗാണെന്ന് പറയുന്നത് ശരിയായ നിലപാടല്ല. വെള്ളാപ്പള്ളി നടേശൻ ഷംസീറിനോട് പറഞ്ഞ പ്രയോഗം നടത്താൻ പാടില്ലാത്തതാണെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. ഷംസീർ ആരാണ് എന്ന് തീരുമാനിക്കേണ്ടത് വെള്ളാപ്പള്ളി നടേശനല്ലല്ലോ. ആ തരത്തിലുള്ള ഒരു പ്രയോഗത്തിലൂടെ വിശകലനം ചെയ്യുന്ന രീതിയോട് CPM യോജിപ്പില്ല. ഞങ്ങൾ എല്ലാ സന്ദർഭത്തിലും തെറ്റായ ഒരു നിലപാടിനെയും അംഗീകരിക്കില്ല. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ പറയും പോലെയാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നതൊക്കെ ശരിയായ രീതിയിലുള്ള ഒരു നിലപാടേ അല്ല. ഞങ്ങൾ ആ നിലപാടിനോടൊപ്പം യോജിക്കുന്നില്ല. തെറ്റായ നിലപാടാണ്. ചേർത്തലയിൽ നടന്ന SNDP യോഗത്തിന്റെ പരിപാടിക്കിടെയാണ് മുൻ സ്പീക്കറും CPM നേതാവുമായ AN ഷംസീറിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ രൂക്ഷ വിമർശനം നടത്തിയത്. ഷംസീറിന് കമ്മ്യൂണിസ്റ്റ് മനസ്സല്ല, മുസ്ലിം ലീഗിന്റെ മനസ്സാണെന്നായിരുന്നു പരാമർശം. അമൃത ന്യൂസ്, തൃശൂർ. SFI മുൻ സംസ്ഥാന സെക്രട്ടറി PM ആർഷോയ്ക്ക് മതിയായ യോഗ്യതകളില്ലാതെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൻ്റെ 7ാം സെമസ്റ്ററിലേക്ക് പ്രവേശനം നൽകിയത് സംബന്ധിച്ച് തുടരന്വേഷണത്തിന് MG സർവകലാശാല സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം. മുൻ സിൻഡിക്കേറ്റ് അംഗമായിരുന്ന P. ഹരികൃഷ്ണൻ കൃത്രിമ രേഖ ഉണ്ടാക്കി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയത് സംബന്ധിച്ചും അന്വേഷണം നടത്തും. 2 വിഷയങ്ങളും വെവ്വേറെ അന്വേഷണ സമിതികളെ ഇന്നലെ ചേർന്ന സിൻഡിക്കേറ്റ് യോഗം നിയോഗിച്ചു. മഹാരാജാസ് കോളേജിലെ ഇൻ്റഗ്രേറ്റഡ് ആർക്കിയോളജി കോഴ്സിൽ SFI മുൻ സംസ്ഥാന സെക്രട്ടറി PM ആർഷോയ്ക്ക് മതിയായ അറ്റൻഡൻസ് ഇല്ലാതെ 7ാം സെമസ്റ്ററിലേക്ക് അനധികൃതമായി പ്രവേശനം നൽകിയ നടപടിയിലാണ് അന്വേഷണം. ഈ വിഷയം രജിസ്ട്രാർ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ വിഷയത്തിൽ യൂണിവേഴ്സിറ്റിയിൽ തെറ്റായ വിശദീകരണം നൽകിയ പ്രിൻസിപ്പലിനെ മുൻ സിൻഡിക്കേറ്റ് താക്കീത് നൽകി കേസ് തീർപ്പാക്കി. ഈ തീരുമാനം പുനഃപരിശോധിക്കാൻ വെള്ളിയാഴ്ച ചേർന്ന സിൻഡിക്കേറ്റ് തീരുമാനിച്ചു. മാധ്യമ വാർത്തകളെ അടിസ്ഥാനമാക്കി അത് യൂണിവേഴ്സിറ്റിക്ക് വരുത്തിയിട്ടുള്ള മാനഹാനി കൂടി പരിഗണിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുവാനാണ് തീരുമാനം. തുടരന്വേഷണം നടത്താൻ 3-അംഗ സമിതിയെ നിയോഗിക്കുകയും ചെയ്തു. സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ ആൽസൺ മാർട്ട്, ഡോക്ടർ ആതിര പ്രകാശ്, പ്രമോദ് ഗോപിനാഥ് എന്നിവരാണ് അന്വേഷണ കമ്മിറ്റി അംഗങ്ങൾ. അതോടൊപ്പം മുൻ ഇടത് സിൻഡിക്കേറ്റ് അംഗമായിരുന്ന P. ഹരികൃഷ്ണൻ കൃത്രിമ രേഖയുണ്ടാക്കി യാത്രാബത്ത ഉൾപ്പെടെ സാമ്പത്തിക വെട്ടിപ്പ് നടത്തിയതിലും സമഗ്രമായ അന്വേഷണം നടത്തുന്നതിനും സിൻഡിക്കേറ്റ് തീരുമാനിച്ചു. സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ ജോബിൻ ജോസ് ചമക്കല, ഡോക്ടർ GS ഗിരീഷ് കുമാർ, ഡോക്ടർ ആൽസൺ മാർട്ട് എന്നിവരാണ് അന്വേഷണ കമ്മിറ്റി അംഗങ്ങൾ. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ കഴിഞ്ഞ മാസം MG സർവകലാശാലയിൽ പുതിയ സിൻഡിക്കേറ്റ് ചുമതലയേറ്റു. ഇതേ തുടർന്നാണ് ഇടത് സിൻഡിക്കേറ്റിന്റെ കാലത്ത് നടന്ന വിവാദങ്ങളിൽ അന്വേഷണത്തിന് നടപടിയുണ്ടായിരിക്കുന്നത്. അമൃത ന്യൂസ്, കോട്ടയം. DYFI സംസ്ഥാന പ്രസിഡന്റായി ചിന്ത ജെറോമിനെയും സെക്രട്ടറിയായി M. വിജിനെയും തൃശ്ശൂരിൽ ചേർന്ന സംസ്ഥാന സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു. അഡ്വക്കേറ്റ് R. രാഹുലാണ് ട്രഷറർ. വൈസ് പ്രസിഡന്റുമാരായി R. ശ്യാമ, V. അനൂപ്, മുഹമ്മദ് അഫ്സൽ, P. ഷബീർ, നിഖിൽ ബാബു എന്നിവരെ തെരഞ്ഞെടുത്തു. ജോയിന്റ് സെക്രട്ടറിമാരായി ഗ്രീഷ്മ അജയ് ഘോഷ്, രജീവ് വെള്ളാട്ട്, ശ്യാം പ്രസാദ്, സച്ചിൻ ദേവ്, K. അനുശ്രീ എന്നിവരാണ്. 92 അംഗ കമ്മിറ്റിയെയും 25 സെക്രട്ടേറിയറ്റിനെയും തെരഞ്ഞെടുത്തു. സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ സേവനങ്ങളിൽ സമഗ്ര മാറ്റം വരുത്തി ആരോഗ്യവകുപ്പ്. ജില്ലാ ജനറൽ ആശുപത്രികളിൽ ഇനി മുതൽ 24 മണിക്കൂർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകും. രോഗികൾക്ക് സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാനും മെഡിക്കൽ കോളേജുകളിലേക്കുള്ള അനാവശ്യ റഫറലുകൾ തടയുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ആദ്യഘട്ടം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നടപ്പിലാക്കും. സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാർക്ക് ഏറെ പ്രയോജനകരമാകുന്ന തീരുമാനമാണ് നടപ്പിലാക്കുന്നത്. നിലവിൽ ജനറൽ ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും OP ഉൾപ്പെടെ നിശ്ചിത സമയം കഴിഞ്ഞാൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ല. രോഗികൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയെയോ സ്വകാര്യ ആശുപത്രികളെയോ സമീപിക്കുകയാണ് പതിവ്. ഇത് രോഗികൾക്ക് ഏറെ സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും വരുത്തിവെക്കുന്നു. ആശുപത്രികൾ രോഗീ സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തെ എല്ലാ ജില്ലാ ജനറൽ ആശുപത്രികളിലും 24 മണിക്കൂറും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കുന്ന സുപ്രധാന തീരുമാനത്തിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുന്നത്. രാത്രി ഷിഫ്റ്റ് ഉൾപ്പെടെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനമുണ്ടാകും. ജനറൽ മെഡിസിൻ, ഓർത്തോ, സർജറി, പീഡിയാട്രിക്, ഗൈനക്കോളജി എന്നീ വിഭാഗങ്ങളിലെ ഡോക്ടർമാരാണ് ഉണ്ടാവുക. 6 മാസത്തിനുള്ളിൽ സംസ്ഥാനത്ത് പൂർണ്ണമായും ഈ സംവിധാനം നടപ്പാക്കും. പുനലൂർ താലൂക്ക് ആശുപത്രിയിലാണ് ആദ്യം പദ്ധതി നടപ്പാക്കുന്നത്. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ പുനർവിന്യസിക്കാനാണ് തീരുമാനം. തിരുവനന്തപുരം ജനറൽ, കൊല്ലം ജില്ലാ ആശുപത്രികളിൽ ഇനി 24 മണിക്കൂറും കാത്ത് ലാബും പ്രവർത്തിക്കും.
അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് അംഗം എ അജികുമാറിന് ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അതേസമയം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ആരോഗ്യാവസ്ഥ പരിഗണിച്ചാണ് അജികുമാറിന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. മുൻ ദേവസ്വം ബോർഡ് അംഗം എ അജികുമാറിന് അടിയന്തര ചികിത്സ ആവശ്യമുണ്ടെന്ന പരിഗണനയിലാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. അജികുമാറിന്റെ ഇരുവൃക്കകൾക്കും പ്രശ്നമുണ്ടെന്ന മെഡിക്കൽ റിപ്പോർട്ട് കോടതി പരിഗണിക്കുകയായിരുന്നു. ചികിത്സയ്ക്ക് വേണ്ടിയായതിനാൽ അജികുമാറിന് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷനും എതിർത്തില്ല. അതേസമയം ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് കോടതി ജാമ്യം നിഷേധിച്ചു. കഴിഞ്ഞ മാസം 23-നാണ് അജികുമാറിനെയും പ്രശാന്തിനെയും അറസ്റ്റ് ചെയ്തത്. 2019-ലെ സ്വർണ്ണക്കൊള്ള മറച്ചുവെക്കാനാണ് 2025-ൽ PS പ്രശാന്ത് പ്രസിഡന്റായ ബോർഡ് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് പാളികൾ കൊടുത്തുവിട്ടതെന്നാണ് SITയുടെ കണ്ടെത്തൽ. ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി PS പ്രശാന്തിനും എ അജികുമാറിനും ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കുന്ന തെളിവുകളും ജാമ്യാപേക്ഷയുടെ വിചാരണ വേളയിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. എന്നാൽ ഗൂഢാലോചനയിൽ പങ്കില്ലെന്നും റിമാൻഡിൽ കഴിയുന്നതിനിടെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഭാഗം ജാമ്യം തേടിയത്. ഇത് പരിഗണിച്ചാണ് അജികുമാറിന് കോടതി ജാമ്യം നൽകിയത്. അതേസമയം PS പ്രശാന്തിന് ജാമ്യം ലഭിക്കാത്തതിനാൽ സെപ്റ്റംബർ 1 വരെ റിമാൻഡിൽ തുടരണം. അമൃത ന്യൂസ്, കൊല്ലം. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗം ഡബിൾസിൽ ഇന്ത്യയ്ക്ക് വെങ്കലം. സെമിയിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം ലോക റാങ്കിങ്ങിൽ ഒന്നാമതുള്ള ചൈനയുടെ ലിയു ഷെങ്ഷു ടാൻനിങ് സഖ്യത്തോട് തോറ്റു. സ്കോർ 21-18, 13-21, 8-21. 15 വർഷത്തിനു ശേഷമാണ് ഇന്ത്യൻ വനിതാ ഡബിൾസ് ടീം ലോക ചാമ്പ്യൻഷിപ്പിൽ ഒരു മെഡൽ നേടുന്നത്.